വിശുദ്ധ മാരിനോസ് വിഗ്രഹാരാധകനായിരുന്ന വലേറിയൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ മകനായിരുന്ന ഗലീനോയുടെയും പടയാളിയായിരുന്നു. പടയാളി എന്നതിലുപരി അടിയുറച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു വിശുദ്ധ മാരിനോസ്. റോമൻ സൈന്യത്തിൽ ഒരു സെന്റ്യൂറിന്റെ ഒഴിവ് വന്നപ്പോൾ വിശുദ്ധ മാരിനോസിനായിരുന്നു പ്രഥമ പരിഗണന ലഭിച്ചത്. ഇത് കണ്ട് അസൂയ മൂത്ത മറ്റേ പടയാളി ചക്രവർത്തിക്കായി ബലിയർപ്പിക്കണമെന്ന നിയമം ചൂണ്ടിക്കാട്ടി. ഇത് കേട്ട രാജാവ് വിഗ്രഹാരാധകരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുവാനും അവരുടെ ദൈവത്തിന് ബലിയർപ്പിക്കാനും ചക്രവർത്തി വിശുദ്ധനോട് ആവശ്യപ്പെട്ടുവെങ്കിലും വിശുദ്ധൻ അത് നിഷേധിച്ചു. വിശുദ്ധൻ താൻ ഒരു ക്രിസ്ത്യാനിയായിരുന്ന കാര്യം താൻ തുറന്നു പറയുകയും ബലിയർപ്പിക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സും മാറ്റുവാൻ മണിക്കൂറുകളോളം സമയം നൽകി. എന്നാൽ വിശുദ്ധനാകട്ടെ ആ സമയം മുഴുവൻ ദേവാലയത്തിനകത്ത് വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചിലവഴിച്ചു. 3 മണിക്കൂർ അവസാനിച്ചപ്പോഴേക്കും വിശുദ്ധൻ തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഇതിന്റെ ഫലമായി ഫിലിപ്പയിൽ വെച്ച് അതിക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം വിശുദ്ധനെ ശിരച്ഛേദനം ചെയ്തു കൊന്നു. മാരിനോസിന്റെ പീഡന സമയത്ത് വിശുദ്ധൻ അരസ്റ്റനിയൂസ് അവിടെ സന്നിഹിതനായിരുന്നു. വിശുദ്ധന്റെ വധം നടപ്പാക്കിയതിനു ശേഷം വിശുദ്ധ അരസ്റ്റനിയൂസ് തന്റെ സെനറ്റർ പദവിയുടെ വിശേഷ വസ്ത്രം അഴിച്ച് നിലത്ത് വിരിച്ചു. വിശുദ്ധ മാരിനോസിന്റെ ശരീരവും തലയും അതിൽ പൊതിഞ്ഞുകെട്ടുകയും ഈ ഭൗതിക അവശിഷ്ടങ്ങൾ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് യഥാവിധം അടക്കം ചെയ്യുകയും ചെയ്തു. ഇപ്രകാരം ചെയ്തതിനാൽ വിശുദ്ധ അരസ്റ്റനിയൂസിന്റെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും 260 അദ്ദേഹത്തെയും ശിരച്ഛേദനം ചെയ്ത് വധിക്കുകയും ചെയ്തു.